ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാലക്ക ഡിസൈൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബ്ലൗസിന് ഇപ്പോൾ കുട്ടികളുടെ സ്കേർട്ടിലാണ് നമ്മളത് വലുതായിട്ട് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ബ്ലൗസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലും അല്ലെങ്കിൽ സെറ്റ് സാരിയുടെ ബ്ലൗസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ, നെക്കിന് ചുറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബീഡ് വർക്കാണ് ഇത് ചെയ്യുന്നത്. ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുപോലെ പാലക്കയുടെ ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്കിന് ചുറ്റും നമ്മൾ ആദ്യം ഒരു മുമ്പ് നമ്മളൊരു ഡിസൈൻ ചെയ്തിരുന്നു, അതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബീഡ് വർക്ക് കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പാലക്ക എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ഫാബ്രിക് ആണല്ലോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ റെഡ് കളറിൽ സ്റ്റോൺ കൊണ്ട് ആദ്യം നടുക്ക് ഒരെണ്ണം കൊടുക്കാൻ പോവുക. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആദ്യം പാലക്ക വരയ്ക്കുമല്ലോ, എവിടെയൊക്കെ വേണം എന്നുള്ളത് വരച്ചു കൊടുക്കുമ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയൊക്കെ നമ്മൾ റൈൻ സ്റ്റോൺ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അത് റെഡ് കളറിലെ റൈൻ സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ റെഡ് കളറിലെ റൈൻ സ്റ്റോൺ വെച്ച് കൊടുക്കുക അവിടെ. ഇനി നമ്മൾ ഇതിന് ചുറ്റുമായിട്ട് ചെറിയ ടൈപ്പ് ബീഡ്സ് കൊണ്ടുള്ള ഒരു സർക്കിൾ പോലെ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇതേ ടൈപ്പ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു സർക്കിൾ യൂസ് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഗ്രീൻ ത്രെഡ് തന്നെ എടുത്തേക്കുന്നത്. ചെയ്യാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലുമൊക്കെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട്. കണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഈ ഭാഗത്ത് ഫില്ല് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മളിത് കൊടുത്തേക്കുന്ന പോലെ ബോർഡർ കൊടുത്താൽ മതി. നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൂടെയല്ല നമ്മളിതുപോലെ ചെറിയ ടൈപ്പ് ബീഡ്സ് കൊണ്ടുള്ള ഡിസൈൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ നോക്കണം. ഇതേ ഷേപ്പിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ പോലെ. അപ്പോഴാണ് ഒരു കറക്റ്റ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൂടെ നമുക്ക് ചെയ്യാം.
കേട്ടോ. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം, ഇതുപോലെ വരച്ചെടുത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്പേസിൽ ചെയ്യുന്നത്, ആദ്യം നമ്മൾ മുന്നേ ഒരു ഡിസൈൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയൊരു ബീഡ് നടുക്ക് കൊടുക്കാം. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ചെറിയ ബീഡ് തന്നെ കൊടുക്കാം. ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ചെറിയ ബീഡ്സ് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് വീണ്ടും ഇതുപോലെ പാലക്ക ഡിസൈൻ തന്നെ കൊടുക്കാം. ഇങ്ങനെ ഈ ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ബ്ലൗസിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ കുട്ടികളുടെ ബ്ലൗസിലായാലും നമുക്ക് സാരി ബ്ലൗസിലായാലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.